ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത് ബേസ്ഡ് റീഡിങ്സ്. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ഉണ്ട്, ചാറ്റ് ഉണ്ട്. എനിക്ക് അവിടെ ഒരു ചാറ്റ് മെസ്സേജ് അയക്കാം. അതല്ലച്ചാൽ ഇമെയിലിൽ ചാറ്റ് അയക്കാം, ഇമെയിലിൽ മെയിൽ അയക്കാം. അതും അല്ലച്ചാൽ വാട്സാപ്പിൽ ചാറ്റ് അയക്കാം. ആൻഡ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ്. അവിടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് ചെയ്യാം, ഫോളോ ചെയ്യാം. അവിടെയും ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് റീഡിങ്സ് ഇടാറുണ്ട്. ആൻഡ് ആ റീഡിങ്സ് ഞാൻ യൂട്യൂബിൽ ഇടാറില്ല. അപ്പോൾ അത് വേറെ മാതിരി ഒരു റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് അവിടെ തന്നെ ഫോളോ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് നമ്മൾക്ക് കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഡെത്ത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ജസ്റ്റിസ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 7 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 8 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 4 ഓഫ് വാൻഡ്സ്. ഔട്ട്കം ഇവിടെ. അപ്പോൾ സാജിറ്റേറിയസ്, ഞാൻ കാണുന്നത് ഡെത്ത് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. സ്കോർപ്പിയോ എനർജിയാണ് ഇത് പക്ഷെ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവേണ്ട, ഒരു മാറ്റം വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ റിലേഷൻഷിപ്പിനെ ഒരു മാതിരിയായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നേ. അത് പക്ഷേ ഇപ്പോൾ ആ പ്ലാനൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഡെത്ത് എനർജി എന്താണ്? ചിലവർക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, മുമ്പത്തെ പോലെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് കുറേ സ്ട്രെസ് ഉണ്ട് ഇവിടെ. ഈ റിലേഷൻഷിപ്പിൽ ഇംബാലൻസും ഉണ്ട്. അപ്പോൾ രാത്രി ശരിക്കും ഉറക്കമില്ല, കുറേ ഓവർ തിങ്കിങ്, സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഇവിടെ ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ ബാലൻസ് ആണ് കാണുന്നത്. ഇത് കാർമിക് ജസ്റ്റിസിൻ്റെ എനർജിയുമാണ് ആൻഡ് റീകൺസിലിയേഷൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഇവരുടെ സൈഡിൽ ഞാൻ കാണുന്നത് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാണ്ട് എന്തെങ്കിലും ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അവർക്ക് അവരുടെ ചെയ്ത കാര്യത്തിന് കർമ്മ കിട്ടുന്നുണ്ട്. ആൻഡ് അവർ റിയലൈസ് ചെയ്യേണ്ട അത് അവർ ചെയ്തത് ശരിയല്ലാന്ന്. അപ്പോൾ എന്തോ കാര്യം പുറത്ത് വരുന്നുണ്ട്, റിവീൽ ആവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാൾക്കും അറിയില്ല ഈ റിലേഷൻഷിപ്പ് നടക്കുമോ ഇല്ലയെന്ന്. ക്ലാരിറ്റി ഒട്ടുമില്ല. ജഡ്ജ്മെൻറ്റ് ഒരു ഡിസിഷൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങൾ രണ്ടാളും പാസ്റ്റിൻ്റെ കാര്യത്തിനെ വിട്ടിട്ട് മുമ്പോട്ട് പോണു, സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്ക് പോണു. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത് അത് ഇപ്പോൾ തീരാൻ പോവാണ്. സിറ്റുവേഷൻ ഇപ്പോൾ വേറെ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടിയും സ്റ്റേബിൾ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജി ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻ്റ് എനർജി ഉണ്ട്, സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്, ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ
നിങ്ങൾ പ്രാക്ടിക്കൽ കാര്യത്തിലാണ് കൂടുതൽ കണക്ട് ചെയ്യണത്. ഇമോഷൻസ് അത്ര കാണിക്കുന്നില്ല. പറഞ്ഞാൽ ഇമോഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യണില്ല. ആൻഡ് ഇവിടെ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലായിരിക്കാം. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യണത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിരിക്കണു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾ അത്ര മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സണും കുറേ സ്റ്റക്കാണ്, സ്റ്റാഗ്നൻ്റ് ആണ്, അവർക്കും മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഇല്ല. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും ഒരു കണക്ഷൻ ഇല്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും വഴിയുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിരിക്കണേ. ഈ പേഴ്സൺ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ട് കാണുന്നു. പക്ഷേ ഇവിടെ ഒരു ആക്ഷൻ്റെ കുറവാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്, ഓക്കെ, പക്ഷേ അവർ ശരിയായ സമയത്ത് ആക്ഷൻ എടുത്താലേ ഇത് ശരിയാവുള്ളൂ. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാന്നാണ് ഡിസൈഡ് ചെയ്തിരിക്കണേ. ഈ സമയത്ത് മേ ബി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം എന്നില്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അക്കോർഡിംഗ്ലി ഒരു ഡിസിഷൻ എടുക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മനസ്ഥിതിയിലായിരിക്കും നിങ്ങൾ. ആൻഡ് കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, നിങ്ങൾ ഒരു ഓഫറിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓർ എൽസ് ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഈ പേഴ്സണിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട്. ഇവിടെ ഒരു റെന്യൂവൽ ഞാൻ കാണുന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ അതാണ്, അത് ഇവിടെ റെന്യൂവൽ ഉണ്ടാവണം എന്ന്. പക്ഷെ അവർക്ക് എവിടെ ഒരു പേടിയുണ്ട്, അത് നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്തിരിക്കണമെന്ന്. ആൻഡ് അവർക്ക് എന്തോ അവർ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ, എന്തോ അവർ ചെയ്ത കാര്യത്തിന് അവർക്ക് കുറെ ഗിൽട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ ഇവിടെ ഒരു ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇത് കുറെ ഡിലേ ആയാൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യും, ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യും. പക്ഷെ അത് ഉണ്ടായാലും ഈ പേഴ്സൺ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇവിടെ ഒരു റീകൺസിലിയേഷൻ അവർ ശ്രമിക്കും. 8 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്താ നിങ്ങളുടെ അടുത്ത് വരാത്ത, എന്താ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത, എന്താ ആ ഇനീഷ്യേറ്റീവ് എടുക്കാത്ത, അതൊക്കെ ചിന്തിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കണു. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ ആക്ഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു ആക്ഷൻ എടുക്കും എന്ന്. ഈ പേഴ്സൺ പക്ഷേ ഡെഫിനറ്റ്ലി റീകൺസൈൽ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവരുടെ സിറ്റുവേഷനിലും വേറെ ആരോ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതൊരു ടോറസ് പേഴ്സൺ ആയിരിക്കാം, ഓറെൽസ് ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്കം നിങ്ങളുടെ സണ്ണാണ്. അപ്പോൾ ഔട്ട്കം പോസിറ്റീവ് ആണ്. ഇവിടെ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ആണെച്ചാൽ ഈ ക്ലാരിറ്റി വരും. നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് ആക്ച്വലി പ്രോബ്ലംസ് അതൊക്കെ പുറത്തു വരും. ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് പുറത്തു വരും. വേറെ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ് വെച്ചാൽ അത് പുറത്തു വരും. അപ്പോൾ എന്തോ റിവീൽ ആവാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് കിങ് ഓഫ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ ഈ മാസം കാര്യങ്ങൾ പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് കുറേ ഒരു ഹീലിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. അതിന് കുറേ സമയമെടുക്കും. ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ തിരിച്ചു വരും, പക്ഷേ അതിൽ കുറേ ബ്ലോക്കേജസ് ഉണ്ട്. ഈ മാസം കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ, ഓക്കെ. പക്ഷേ ഇത് മേ ബി ഫ്യൂച്ചറിൽ ശരിയാവും എന്ന് അങ്ങനെ നമ്മൾ ഹോപ്പ് ചെയ്യണു. ഈ മാസം പക്ഷേ കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ലിയോ, കാപ്രിക്കോൺ, ടോറസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഇതൊക്കെയാണ്, ജെമിനായി, ഓക്കെ. ഇതാണ് സൈൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ കോസ്മിക് മെസ്സേജ്? മാനിഫെസ്റ്റ്, ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഡിസൈഡ് ചെയ്യാന്നാണ് പറയണത്. എന്താ നിങ്ങൾക്ക് വേണ്ടച്ച അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ മെസ്സേജസ്, വേറെ മെസ്സേജസ് എന്താണ് പറയണത്? ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. I wish things could be different.
ഐ ഫീൽ യു ഈവൻ ദോ വി ആർ എ പാർട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.